എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈ ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തണുത്തൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പാലൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. പാൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഇല്ലെങ്കിൽ അതിന് പകരം കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിലും ചേർക്കാം. ഇനി പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഡ്രിങ്കിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാൽ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ ബ്ലാക്ക് കസ്കസ് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്തിട്ടുള്ള ചെറുപഴമാണ്. 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 4 ബദാമും കാഷ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് 7 ഈത്തപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെയും ഈത്തപ്പഴത്തിൻ്റെയും മധുരം അത്യാവശ്യം ഉണ്ടായിരിക്കും. പിന്നെ മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാല് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യം കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. കണ്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. പിന്നെ കുറച്ച് പഴുത്ത മാങ്ങ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കസ്കസ് കുതിർത്തി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ വേണമെങ്കിൽ ചെറുപഴം കട്ട് ചെയ്തത് ചേർക്കാം. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വളരെ കുറച്ച് ഫ്രൂട്ട്സും കസ്കസും മാത്രമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്